ഓം ശാന്തി. ഇന്ന് സ്പാർക്കിൻ്റെ പുസ്തകത്തിൽ നിന്നും ബാബ അവ്യക്ത മുരളികളിലെ നഷ്ടോ മോഹത്തെക്കുറിച്ച്, നഷ്ടോ മോഹ സ്മൃതി സ്വരൂപത്തെക്കുറിച്ച് ഉച്ചരിച്ച മഹാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. बाप दादा शुद्ध मोह में आते हुए भी निर्मोही है. ബാബ്ദാദ ശുദ്ധമായ മോഹത്തിൽ വന്നിട്ടും നിർമോഹിയാണ്. വദൻ മേ ബൈഠെ ബൈഠെ കई बच्चों के दिल की आवाज़ पहचती रहती है. ശിവബാബ വദനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം അവിടേക്ക് എത്താറുണ്ട്. സാകാരവദനത്തിലെ ബാബയുടെ മക്കളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം ബാബയുടെ അടുത്ത് വദനത്തിൽ എത്താറുണ്ട്. ആപ് സോച്ച്തേ ഹോങ്കി ശിവ് ബാബ ബഹുത് കഠോർ ഹേ. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഭഗവാൻ നീ ഇത്ര കഠിന ഹൃദയമുള്ളവനാണോ എന്ന് ഭക്തിയിൽ പറയില്ലേ. അതേപോലെ ശിവ് ബാബ വളരെ കഠിന ഹൃദയമുള്ള ആളാണെന്ന്. ലേക്കിൻ ജോ ഹോത്താ ഹേ ഉസ്മേ രഹസ്യ ഔർ കല്യാൺ ഹോത്താ ഹേ. ബാബ പറയാണ്, പക്ഷെ എന്ത് സംഭവങ്ങൾ നടന്നാലും അതിൽ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, മംഗളം ഉണ്ട്. എന്ത് സംഭവിച്ചാലും അതിൽ രഹസ്യമുണ്ട്, അതിനോടൊപ്പം മംഗളം കൂടിയുണ്ട്. അപ്പോൾ പിന്നെ ബാബയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ബാബ എല്ലാ അറിവുള്ളവനാണ്. എന്താണ് നടക്കാൻ പോകുന്നുള്ളത് ബാബയുടെ മുന്നിൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും വളരെ സ്പഷ്ടമാണ്. ഇനി എന്ത് നടന്നാലും, എന്ത് ദുഃഖത്തിൻ്റെ സീനുകൾ വന്നാലും അതിലെല്ലാം മംഗളമുണ്ടെന്നും അതിൽ രഹസ്യം അടങ്ങിയിട്ടുണ്ടെന്നും ബാബയ്ക്കറിയാം. ഇസ്ലിയെ ജോ ആവാസ് പഹഞ്ചത്തി ഹേ വോ സുൻകർ കെ ഹർഷിത് രഹത്താ ഹും. അതുകൊണ്ട് എന്ത് ശബ്ദം വദനത്തിൽ എത്തിയാലും അത് കേട്ടിട്ട് ബാബ ഹർഷിതനാകുകയാണ് ചെയ്യാറുള്ളത്. ക്യാ ബാബ്ദാദ നിർമോഹി ഹേ? ആപ് സബി ബച്ചെ നിർമോഹി ഹോ, നിർമോഹി ബനെ ഹോ? എന്താ ബാബ്ദാദ നിർമോഹിയാണോ? നിങ്ങളെല്ലാ കുട്ടികളും നിർമോഹികളാണോ? निर्मोही आയിട്ടുണ്ടോ? तो बाप दादा निर्मोही और बच्चों में शुद्ध मोह तो मिलन कैसे होंगे? ബാബയ്ക്ക് കുട്ടികളോട് മോഹമില്ല എങ്കിൽ, കുട്ടികളോടുള്ള ശുദ്ധമായ മോഹമില്ലെങ്കിൽ എങ്ങനെ ബാബയ്ക്ക് കുട്ടികളെ കാണാൻ വേണ്ടി വതനത്തിലേക്ക് വരാതിരിക്കാൻ സാധിക്കും? ബാബ്ദാദാമേ ശുദ്ധ മോഹമേ. ബാബ്ദാദയ്ക്ക് കുട്ടികളോട് ശുദ്ധമായ മോഹമാണ് ഉള്ളത്, മക്കളോട് ശുദ്ധമായ മോഹമാണ് ഉള്ളത്. സാഗർ ബാബ കാ ബച്ചോ മേ ശുദ്ധ പ്യാർ താ, ശിവ് ബാബ കാ നഹി ഹേ, ബാബ്ദാദ കാ ഹേ, ജൈസെ ഹമാരാ ഹേ വൈസെ നഹി. സാഗാര ബാബയ്ക്ക് കുട്ടികളോട് ശുദ്ധമായ സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല ബ്രഹ്മബാബയ്ക്ക്. എന്നാൽ മക്കളോട് ശുദ്ധമായ സ്നേഹമുണ്ടായിരുന്നു. ശിവബാബയ്ക്ക് ഇല്ലേ? ബാബ്ദാദയ്ക്ക് ഇല്ലേ? ജൈസെ ഹമാരാ ഹേ വൈസെ നെഹി. അവർക്ക് രണ്ടുപേർക്കും മക്കളോട് സ്നേഹമുണ്ട്, മോഹമുണ്ട്. പക്ഷെ ആ മോഹം എന്ന് പറയുന്നത് ശുദ്ധമായ മോഹമാണ്. നമ്മളെപ്പോലെയുള്ള മോഹമല്ല ബാബയ്ക്ക്. നമുക്കൊക്കെ ആണെങ്കിലോ, സാധാരണ ബാബ അമ്മമാരെയാണ് അമ്മമാർക്കാണ് കൂടുതൽ മോഹമുള്ളതായിട്ട് മുരളികളിൽ പറയാറുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു കുട്ടിയോട് മോഹം എന്ന് പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നതിൽ മോഹമാണ്. കാമ, ക്രോധ, ലോഭ, മോഹം. നാലാമത്തെ വികാരമാണ് മോഹം. അത് വികാരി മോഹമാണ്. 5 വികാരങ്ങളിൽ ഉള്ള മോഹമാണ്. പക്ഷെ ആ മോഹത്തിന് ദുഃഖമുണ്ട്. കാരണം എന്താണ്? ശരീരത്തിനോടാണ് എല്ലാവർക്കും
അറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ട് ശരീരം നശിച്ചാൽ പിന്നെ അവിടെ എന്തുണ്ടാകും? ആത്മാവിന് പിന്നെ ശരീരത്തിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ദുഃഖം തരും. മക്കൾ ഒന്ന് അസുഖം, എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അമ്മയ്ക്ക് ദുഃഖം വരാൻ തുടങ്ങും. പക്ഷെ ഇവിടെ ബാബയ്ക്ക് മക്കളെ എന്ന് പറയുമ്പോൾ ബാബ ശരീരത്തെ അല്ലല്ലോ കാണുന്നത്. ബാബ കാണുന്നത് ആത്മാക്കളെ, അവിനാശി ആത്മാക്കളെയാണ്. അപ്പോൾ അവിനാശി ആത്മാക്കളെ കാണാൻ വേണ്ടി, അവരുടെ ഉന്നതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ബാബയ്ക്ക് തരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട്, സാകാരവദനത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാബയ്ക്ക് നമ്മളോട് മോഹമുണ്ട്, പക്ഷേ ശുദ്ധമായ മോഹമാണ്, നമ്മളെപ്പോലുള്ള മോഹമല്ല. ശുദ്ധ മോഹ ബച്ചോം സേ ബി ജാസ്തി ഹെ. ശുദ്ധമായ മോഹം ബാബയ്ക്ക് മക്കളെക്കാളും കൂടുതലാണുള്ളത്, നമ്മളെക്കാളും കൂടുതലാണുള്ളത്. ലേക്കിൻ ബാപ്ദാദ ഔർ ബച്ചോ മേ ഏക് അന്തർ ഹെ. എന്നാൽ ബാപ്ദാദയും കുട്ടികളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. वो शुद्ध मोह में आते हुए भी निर्मोही है. बच्चे शुद्ध मोह में आते हैं तो कुछ स्वरूप बन जाता है, या तो प्यारे बनते या तो न्यारे बनते. लेकिन बाप दादा न्यारे और प्यारे साथ साथ बनते हैं. അപ്പോൾ ശിവബാബയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹം എങ്ങനെയുള്ളതാണ്? ശുദ്ധമായ സ്നേഹമാണുള്ളത്. ശുദ്ധമായ സ്നേഹത്തിൽ വന്നിട്ടും ബാബ നിർമോഹിയാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾക്ക് ശുദ്ധമായ മോഹം ഉണ്ട്, അതിനോടൊപ്പം തന്നെ പല സ്വരൂപത്തിലേക്കും കുട്ടികൾ മാറും. ചില സമയത്ത് പ്രിയപ്പെട്ടതായി മാറും, ചില സമയത്ത് വേറിട്ടതായി മാറും. അങ്ങനെയാണ്. പക്ഷെ ബാബയ്ക്ക് അങ്ങനെയല്ല. ബാബ വേറിട്ടതുമാണ്, അതിനോടൊപ്പം പ്രിയപ്പെട്ടതുമാണ്, സ്നേഹിയാണ്. അത് രണ്ടും ബാബ ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ് ബാബയുടെ സ്നേഹത്തിൻ്റെ, മോഹത്തിൻ്റെ പ്രത്യേകത. നമ്മളാണെങ്കിലോ ചിലപ്പോൾ സ്നേഹിയായിട്ട് മാറും, അപ്പോൾ വേറിടാൻ പറ്റില്ല. ചിലപ്പോൾ വേറിട്ടതായി മാറും, അപ്പോൾ സ്നേഹിയാകാൻ പറ്റില്ല. അങ്ങനെയാണ്. ए अंदर जो हो रहा है इसको जब मिटाएंगे तो क्या बनेंगे. അപ്പോൾ ഈ ഒരു വ്യത്യാസം കുട്ടികൾ എപ്പോഴാണോ ഇല്ലാതാക്കുന്നത്, അപ്പോൾ എന്താകും? അന്തർമുഖിയാകും, അവ്യക്തമാകും, അലൗകികമാകും. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാറില്ല നമ്മൾ. വേറിട്ടവരാകും, അതുപോലെ പ്രിയപ്പെട്ടതും, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണില്ല. സന്തുലനം ബാലൻസ് ചെയ്ത് പോകണില്ല കുട്ടികൾ. അഭി കുച്ച് കുച്ച് ലൗകിക് പൻ ബി മിൽ ജാത്ത. കുട്ടികളിപ്പോൾ കുറച്ച് ലൗകികതയും കൂട്ടിച്ചേർത്താറുണ്ട്. ലേക്കിൻ ജബ് ഏ അന്തർ ഖതം കർ ദേംഗെ तो बिल्कुल अलौकिक और अंतर्मुखी अव्यक्त फरिश्ते नजर आएंगे. എപ്പോഴാണോ ഈ വ്യത്യാസം ഇല്ലാതാക്കുന്നത്, ആ സമയത്ത് നമ്മളിലെല്ലാവരിലും അലൗകികത നിറയും, അന്തർമുഖത നമ്മുടെ ഉള്ളിൽ നിറയും. പിന്നെ അവ്യക്ത ഫരിസ്തയായിട്ട് എല്ലാവരും നമ്മളെ കാണും. इस साकार वदन में रहते हुए भी फरिश्ते बन सकते हैं. ഈ സാകാര വദനത്തിൽ ഇരുന്നു കൊണ്ടും ഫരിസ്തയാകാൻ സാധിക്കും. കാരണം ബ്രഹ്മബാബ അത് പ്രാക്ടിക്കലിൽ ചെയ്ത് കാണിച്ചതാണ്. തുടക്കത്തിൽ ബാബ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു. പിന്നെ ബാബ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? ബാബയ്ക്ക് കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ കുട്ടികൾ എന്താ പറയാൻ ഉദ്ദേശിച്ച കാര്യം ബാബയ്ക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ ബാബ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നതിന് മുമ്പേ കുട്ടികളോട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം എന്താണ്? ബാബ വളരെ നിർമ്മലമായി തീർന്നു. ബാബയുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നില്ല? ചിന്തകൾ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബാബയല്ലാതെ രണ്ടാമതൊരാൾ. എന്നാൽ എല്ലാത്തിനുള്ള സൊല്യൂഷൻ ബാബ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറിടുക എന്ന് പറയുന്നത് ബാബയുടെ കാര്യം നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല.
ബാബയുടെ മുന്നിൽ നമുക്കൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബാബയുടെ മനസ്സും ബുദ്ധി അത്രയും, ബ്രഹ്മബാബയുടെ മനസ്സും ബുദ്ധി അത്രയും ക്ലിയർ ആയതുകൊണ്ട് ബാബയ്ക്ക് വേഗം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വരും. അപ്പോൾ ബാബയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? കാര്യങ്ങൾ അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, കേട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. അതേപോലെ നമ്മളും എത്രത്തോളം സമ്പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുവോ, അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ മാത്രം കണ്ടെത്തിയാൽ മതി, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. യാം ഹി ബൻതേ ലേക്കിൻ നഹി. അപ്പോൾ ബാബ പറയാണ്, ആപ് ഫിർ കഹേംഗെ ആപ് വദൻ മേ ജാക്കർ ഫരിസ്ത ക്യോ ബനെ. ബാബ പറയാണ്, സാകാര വദനത്തിൽ ഇരുന്നു കൊണ്ടും ഫരിസ്തയാകാൻ നിങ്ങൾക്ക് കഴിയണം. ഈ ചോദ്യം കേട്ടാൽ നിങ്ങൾ പറയും, അപ്പോൾ പിന്നെ എന്തിനാ ബാബ വദനത്തിൽ ഫരിസ്തയായിട്ട് പോയത്, അവിടെ പോയിരുന്നതെന്ന് ചോദിക്കും. ബാബ ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഫരിസ്തയായത്, അല്ലാതെ വദനത്തിൽ പോയിട്ടല്ല ഫരിസ്തയായത്. ഈ ജീവിച്ചിരിക്കെ തന്നെ ബാബ ഫരിസ്തയായിട്ടും ഉത്തരവാദിത്തങ്ങളിൽ നിറവേറ്റിക്കൊണ്ടും ഫരിസ്തയായി മാറി ശരീരം വിടാനുള്ള സമയമായപ്പോൾ ബാബ വദനത്തിലേക്ക് പോയതാണ്. ജോ ബച്ചോं का काम वो बच्चों को साजे. जो बाबा का कार्य है वो आप बाप ही करते हैं. അപ്പോൾ എന്താണോ കുട്ടികളുടെ കാര്യങ്ങൾ അത് കുട്ടികൾ അത് നിറവേറ്റുന്നു. ബാബ പറയാണ്, ജോ ബാബ് കെ കാര്യ ഹെ, എന്താണോ ബാബയുടെ കാര്യം അത് ബാബ തന്നെ നിറവേറ്റുന്നു. ബച്ചോं को अब पढ़ाई का शो दिखाना है. ഇപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് ഈ ഉത്തരവാദിത്വം കാണിക്കണം, ചെയ്ത് കാണിക്കണം. അതായത് ബാബ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരണം, ഷോ ചെയ്യണം. ടീച്ചർക്കോ പഠായിക്കോ ഷോ നഹി ദിക്കാനാ ഹെ. ശിവബാബയാകുന്ന ടീച്ചർക്ക് പഠിപ്പിച്ച് തരുന്ന അതിൻ്റെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചർക്കോ പഠായി പഠാനി ഹോത്തി ഹെ. ടീച്ചർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ടീച്ചർക്ക് ഞാൻ എത്ര പഠിച്ചിട്ടുണ്ട് അതൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റുഡൻസിനാണ് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ടീച്ചറുടെ ഡ്യൂട്ടിയാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. വിദ്യാർത്ഥികളുടെ ഡ്യൂട്ടിയാണ് പഠിപ്പ് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനാണ് ലൗകികത്തിലൊക്കെ എക്സാമൊക്കെ വയ്ക്കുന്നത്. ടീച്ചർക്ക് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഷോ കേസ് മേ ശക്തിയോं को പാണ്ഡവോं को आना है. ഇവിടെ നമുക്ക് ഷോ കേസിൽ, വിശ്വമാകുന്ന ഷോ കേസിലെ ശക്തികളായ സ്ത്രീകൾക്കും ബ്രദേഴ്സാകുന്ന പാണ്ഡവർക്കും ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷമാകണം. ബാബ് ദാദാ തോ ഹേ ഹി ഗുപ്ത്. ബാബയ്ക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യക്ഷമാക്കേണ്ട ആവശ്യം ബാബയ്ക്ക് തന്നെ സ്വയം പ്രത്യക്ഷമാക്കേണ്ട ആവശ്യമില്ല. ബാബ ഇവിടെ എല്ലാ കാര്യങ്ങളും ഗുപ്തമായിട്ടാണ് ചെയ്യുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം മക്കളാണ് പ്രത്യക്ഷമായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചർ ഗുപ്തമാണ്. ഇവിടുത്തെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ലോകത്തിലെല്ലാവരും ഗുരുക്കന്മാരുടെ ചിത്രങ്ങളും അതും ഇതെല്ലാം വയ്ക്കും. പക്ഷേ ഇവിടുത്തെ ഗുരു ഗുപ്തമാണ്. ജ്യോതിയാകുന്ന ശിവബാബ ഗുപ്തനാണ്. അഭി सभी के दिल में यही संकल्प है कि अब जल्दी जल्दी ड्रामा के सीन चलकर ख़त्म हो. എല്ലാവരുടെ ഹൃദയത്തിലും മനസ്സിലും ഈ ഒരു സങ്കല്പമാണ് ഉള്ളത്, എത്രയും പെട്ടെന്ന് ഡ്രാമയുടെ സീന് തീരണം. लेकिन जल्दी होंगी हो सकती है, होंगी या हो सकती. भावी जो बनी हुई है वो तो बनी ही रहेंगे. लेकिन बनी हुई भावी में इतना नज़र आता है कि अगर कल्प पहले मुआफिक संकल्प आता है तो संकल्प के साथ साथ अवश्य पहले भी तीव्र पुरुषार्थ किया होंगे. तब भी यह भी संकल्प आता है कि ड्रामा में सीन जल्दी पूरा कर सभी അവ്യക്ത വദൻവാസി ബൻ ജായി. അപ്പോൾ ബാബ പറയാണ്, എത്രയും പെട്ടെന്ന് വിനാശം വരണം. അത് എങ്ങനെ നടക്കുമോ? ഡ്രാമ ഓൾറെഡി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമാണ്.
അതിൽ കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്തുവോ അവർക്ക് തീർച്ചയായിട്ടും പുരുഷാർത്ഥം ചെയ്യാനുള്ള സങ്കല്പം അവരുടെ ഉള്ളിൽ വരും. അവരതിനനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യും. അപ്പോൾ വേഗം ഡ്രാമ വേഗം പൂർത്തിയായി എല്ലാവരും അവ്യക്ത വദനവാസിയായി മാറും. അപ്പോൾ ബാബ പറയാണ്, കഴിഞ്ഞ കൽപ്പത്തിൽ എന്താണോ അതേപോലെയാണ് ഈ കൽപ്പവും നടക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ആകുക തന്നെ വേണം, അവ്യക്ത വദനവാസി ആകുക തന്നെ വേണം. ലേക്കിൻ ആ बच्चों में इतनी शक्ति है जो अव्यक्त वदन को भी व्यक्त में खींच कर ला सकते हैं. പക്ഷേ ബാബ പറയണം, നിങ്ങൾ കുട്ടികൾക്ക് ഇത്രയും ശക്തിയുണ്ട്, അവ്യക്ത വദനത്തെ പോലും വ്യക്തത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ശക്തിയുണ്ട്. ഈ സൃഷ്ടിയെ അവ്യക്ത വദനമാക്കി മാറ്റാൻ ബാബ പറയണം. നമ്മളെല്ലാ ബാബയുടെ മക്കളും ചേർന്ന് ഫരിസ്തയായി മാറി എന്ത് ചെയ്യണം? ഈ സാകാരവദനത്തെ ഫരിസ്തകളുടെ ലോകമാക്കി മാറ്റണം. അപ്പോൾ ഈ ലോകത്തിൽ എന്താ ഉണ്ടാവുക? ശാന്തി, സുഖം. അവ്യക്ത വദൻ കാ നക്ഷ വ്യക്ത വദൻ മേ ബനാ സക്തെ ഹോ. അവ്യക്ത വദനത്തിൻ്റെ ചിത്രം വ്യക്തവദനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആശയം തോ ഹരേക്ക് ബഹത്തെ ഹെ. നിറയെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ऐसे ही पहनते हैं जैसे इस साकार दुनिया में बहुत बड़ी ऑफिस होती है टेलीफोन और टेलीग्राफ की, वैसे ही बहुत शुद्ध संकल्पों की तारे वदन में पहनते रहता है. ബാബ പറയണ ഈ സാകാരവദനത്തിൽ വളരെ വലിയ ഓഫീസാണ് ടെലിഫോൺ, ടെലിഗ്രാം. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആരെയും വിളിക്കാം, ആരോട് സംസാരിക്കാം. അതേപോലെ തന്നെ ശുദ്ധ സങ്കല്പങ്ങളുടെ കമ്പികൾ വദനത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ബാബ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്, ഈ സാകാരവദനത്തിനെ വേഗം അവ്യക്തവദനമാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും നഷ്ടോമോഹയാകണം. മോഹത്തിൽ നിന്നും വേർപ്പെടണം. വേർപ്പെട്ട് എന്ത് ചെയ്യണം? അവ്യക്ത വദനവാസി നമ്മൾ മാറണം. आज तो विशेष माताओं को ही प्रोग्राम है ना, रहना माता रूप में ही, सिर्फ जगत माता बनना है. ബാബ അമ്മമാരോട് പറയണം, ബട്ടി അമ്മമാർക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയണേ, ഇവിടെ നിങ്ങൾ പാർട്ട് അഭിനയിക്കുന്നത് മാതാവിൻ്റെ രൂപത്തിൽ പാർട്ട് അഭിനയിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ജഗത് മാതാവായി തീരണം. അമ്മമാർ ലോകത്തിൻ്റെ മാതാവായി തീരണം. മാതാ ബന്നെ ബിനാ പാലന നഹി കർ സക്തെ ഹെ. അമ്മയാകാതെ പാലിക്കാൻ കഴിയില്ല. ആജ് മാതാവിൻകോ കിസ്ലിയെ ബുലായ? ബാബ ചോദിക്കുകയാണ്. ബട്ടിയിൽ അമ്മമാരെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. വർഷാക്കി അധികാരി ബൻ ചുക്കി ഹോ कि बनना है, वारिस बन चुकी हो कि बनने आए हैं ना. ബാബ പറയണ, സമ്പത്തിൻ്റെ അധികാരിയായി മാറിക്കഴിഞ്ഞു, അതോ ആകണോ? അവകാശിയായി കഴിഞ്ഞു, അതോ ആകാൻ വേണ്ടി വന്നതാണോ മധുബനിലേക്ക്? വാരിസേതോ വർസാത്തോ ഹേ ഹി. അവകാശിയാണെങ്കിൽ തീർച്ചയായും സമ്പത്തും ഉണ്ടാകുക തന്നെ, കിട്ടുക തന്നെ ചെയ്യും ബാബയുടെ അടുത്ത് നിന്ന്. ബാബയുടെ അടുത്ത് കിട്ടുന്ന സമ്പത്ത് എന്താണ്? ശാന്തി, ശക്തി. कि वारिस बनी हो मगर वर्षा नहीं मिला है, वर्षा नहीं मिला है. वर्षा के हकदार तो बने ही चुके हैं. ഇനി അവകാശി ആയി പിന്നെ സമ്പത്ത് കിട്ടാതിരിക്കുക, അതൊരിക്കലും ഉണ്ടാവില്ല. സമ്പത്തിൻ്റെ അവകാശിയായി കഴിഞ്ഞാൽ, ബാബയുടെ അവകാശിയായി കഴിഞ്ഞാൽ തീർച്ചയായും സമ്പത്തിൻ്റെയും അവകാശിയായി കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ പിന്നെ ബാബയുടെ ശക്തി തരണേ, അല്ലെങ്കിൽ അത് തരണേ, ഇത് തരണേ എന്നൊന്നും യാചിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമ്മൾ ബാബയിൽ നിന്ന് എടുത്താൽ മാത്രം മതി. അബ് കിസ് കാര്യക്കേലിയെ ആയി ഹോ? ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി, ഏത് കാര്യത്തിന് വേണ്ടിയാണ് മധുബനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്? ബാബ് ദാദാനെ ജറൂർ
किसी विशेष कार्य के लिए बुलाया होगा. ബാബ പറയണം, തീർച്ചയായും ബാബ മധുബനിലേക്ക് വിളിച്ചത് വിശേഷ കാര്യത്തിന് വേണ്ടിയാണ്. സ്റ്റഡി तो अपने सेवा केंद्र पर भी करते रहते हैं. എല്ലാവരും അവരവരുടെ സെൻറ്ററുകളിലും മുരളിയെല്ലാം കേൾക്കുന്നുണ്ട്, പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോഴ്സ് भी पूरा कर चुके हो. കോഴ്സൊക്കെ നിങ്ങൾ സെൻറ്ററുകളിൽ നിന്ന് പൂർത്തിയാക്കിയിട്ടാണല്ലോ വന്നത്. മുഖ്യ ജ്ഞാൻ की पढ़ाई का भी पता पड़ गया. ജ്ഞാനത്തിൻ്റെ പഠിപ്പും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ബാക്കി ക്യാ രഹ ഗയാ ഹെ, ഇനി എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? അബ് നഷ്ടോ മോഹ ബന്ന ഹെ. ബാബ പറയാണ്, നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടത് ഇതാണ്, നഷ്ടോ മോഹയാകണം. നഷ്ടോ മോഹ തബ് ബനെങ്കെ ജബ്കി സച്ചി സ്നേഹി ഹോങ്കി. എപ്പോഴാണ് നഷ്ടമോഹയാകുക? എപ്പോഴാണ് നമ്മൾ സത്യമായ സ്നേഹിയാകുന്നത്. ജैसे कोई भी चीज़ को आग में डालने के बाद उसका रूप रंग सब बदलती है. എങ്ങനെയാണോ ഏതെങ്കിലും ഒരു സാധനം അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ രൂപവും നിറവും എല്ലാം മാറും. तो जो भी तोड़े आसुरी गुण लोग मर्यादे हैं, कर्म बंधन की रस्सियाँ ममता के धागे जो बंधे हुए हैं उन सबको जलाना होगा. അതുകൊണ്ട് ബാബ പറയണ, എന്തെല്ലാം അല്പം ആസുരി ഗുണങ്ങൾ, ലോക കുലമര്യാദകൾ, കർമ്മബന്ധനത്തിൻ്റെ ചരടുകൾ, മോഹത്തിൻ്റെ ചരടുകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ ആ ചരടുകളെല്ലാം കത്തിച്ച് കളയാനാണ് ബാബ മക്കളെ ഭട്ടിയിലേക്ക് മധുബനിലേക്ക് വിളിച്ചത്. ഈ സ്നേഹക്ക് അഗ്നിമേ പഠനെ സേ ഏ സബ് ചൂട് ജായേഗ. ഏത് അഗ്നിയിലിടാനാണ് പറഞ്ഞത് ബാബ? ബാബയോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയിൽ. അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ എല്ലാ ചരടുകളുടെ ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. തോ അപ്ന രംഗ് രൂപ് സബ് ബദൽനാ ഹൈ. അപ്പോഴെന്താ സംഭവിക്കുക? തൻ്റെ രൂപവും നിറവും രൂപവും എല്ലാം പരിവർത്തനപ്പെടും. ഇസ് ലഗൻ കി അഗ്നി മേ പഠ്കർ പരിവർത്തൻ ലാനെ കെ ലിയെ തയ്യാർ ഹേ. ബാബയുടെ സ്നേഹത്തിൻ്റെ ലയനത്തിൻ്റെ അഗ്നിയിൽ ഇരുന്ന് ഇതിനെല്ലാം പരിവർത്തനപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ? ജോ ചീസ് ജൽ ജാത്തി ഹേ വോ ഫിർ ഖതം ഹോ ജാത്തെ. ഏത് സാധനമാണോ അഗ്നിയിൽ പെട്ടുകഴിഞ്ഞാൽ, കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കും, നശിക്കും, പിന്നെ കാണാൻ കഴിയില്ല, ചാരമായി തീരും. ഐസെ അപ്നെ കോ പരിവർത്തൻ മേ ലാനെ കി ഹിമ്മത്ത് ഹേ. അതേപോലെ നിങ്ങൾ പരിവർത്തനം കൊണ്ടുവരാൻ, നിങ്ങളെ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സ്നേഹത്തിൻ്റെ ലയനത്തിൻ്റെ അഗ്നിയിൽ പെട്ടിട്ട്. ആപ് സബ്കി യാദ്ഗാർ അബ് തക് ബി കായം ഹേ. നിങ്ങളെല്ലാവരുടെയും ഓർമ്മചിഹ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആപ്കി യാദ്ഗാർ കാ ആധാർ കിസ് ബാത്ത് പർ ഹേ. നിങ്ങളുടെ ഓർമ്മചിഹ്നത്തിൻ്റെ ആധാരം ഏത് കാര്യത്തിലാണ്? ജിത്തനെ ജിത്തനെ യാദ് ഹേ ഉത്തനെ ഉത്തനെ സബ്കി യാദ്ഗാർ ബനി ഹുയി ഹേ. എത്രത്തോളം നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു അത്രയ്ക്കും തന്നെ ബാബ പറയണ സ്മരണകളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ് തക് ബി കായം ഹെ. ഇപ്പോഴും അത് നിയമം ഇപ്പോഴും നിലവിലുണ്ട് ഭക്തി മാർഗത്തിൽ. ആപ്കി യാദ് കെ ആധാർ പർ സബ്കി യാദ്ഗാർ ബനി ഹുയി ഹെ. നമ്മുടെ ഓർമ്മയുടെ ആധാരത്തിലാണ് എല്ലാവരുടെയും സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അഗർ യാദ് കം ഹേ തോ യാദ്ഗാർ ബി ഐസെ ഹി ഹോഗ. ഇവിടെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നത് കുറച്ചേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങളും നിങ്ങളുടെ ഓർമ്മ ചിഹ്നങ്ങളും അതുപോലെ ആയിരിക്കും. അഗർ യാദ്ഗാർ കായം രഖനെ കാ പ്രയത്ന കർണ ഹേ തോ പെഹലെ യാദ് കായം രഖോ. അതുകൊണ്ട്
എപ്പോഴും നമ്മളുടെ ഭക്തി മാർഗത്തിൽ നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ, ഭക്തർ നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ, ഓരോ ചുവടിലും അവർ നമ്മളെ വിളിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ബാബയെ ഓർമ്മിക്കണം. അങ്ങനെ ഓർമ്മിക്കുന്ന സമയത്ത് ആ ഓർമ്മ നമ്മുടെ ഭക്തി മാർഗത്തിലെ ഭക്തരും ഏതാവശ്യത്തിന് നമ്മളെ വിളിക്കും. ഫിർ ഉസ് ആധാർ പർ യാദ്ഗാർ ബന്ന ഹെ. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ഷേത്രങ്ങൾ വരണമെങ്കിൽ, നമ്മളുടെ മഹിമ പാടണമെങ്കിൽ ഭക്തി മാർഗത്തിൽ ഇവിടെ നമ്മൾ നിരന്തരം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബാബ പറയണം. മാതാവുക്കോ വിശേഷ് കോൺസ വിഘ്ന ആത്താ ഹെ. അമ്മമാർക്ക് പ്രത്യേകിച്ച് വരുന്ന വിഘ്നം എന്താണ്? മോഹം. മോഹ കിസ് കാരണം ആത്താ ഹെ. എന്തുകൊണ്ടാണ് മോഹം വരുന്നത്? മോഹ് മേരാ സോ ഹോത്താ ഹെ. എൻ്റെ എന്നുള്ള ആ ഒരു കാര്യത്തിലൂടെയാണ് മോഹം ജന്മമെടുക്കുന്നത്. എൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ മോഹം ജന്മമെടുക്കും. ലേക്കിൻ ആപ് സബ്കാ വായ്ദ ക്യാ ഹെ. നിങ്ങളെല്ലാവരുടെയും പ്രതിജ്ഞ എന്താണ്? വാഗ്ദാനം എന്താണ്? शुरू में आप सब जब आए तो आपका वायदा क्या था? തുടക്കത്തിൽ നിങ്ങൾ വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? शुरू में जो तो आपका वायदा क्या था? मैं तेरी तो सब कुछ तेरा. എന്തായിരുന്നു ബാബയ്ക്ക് കൊടുത്ത വാഗ്ദാനം? ഞാൻ അങ്ങയുടേതാണ്. സബ് കുച്ച് തേര. എൻ്റേതായിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം അങ്ങയുടേതാണ്. എന്താണ് പറഞ്ഞത് ബാബ? നഷ്ടമോഹയാകാൻ ഞാൻ അങ്ങയുടേതാണ്. എൻ്റേതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അങ്ങയുടേതാണ്. പെഹല വായ്ദാ ഹി എഹ് ഹേ മേ ബി തേരി ഔർ മേരാ സബ് കുച്ച് ബി തേരാ. ബാബ പറയണം, മേ ബി തേരി, ഞാൻ നിൻ്റേതാണ്, എൻ്റേതെല്ലാം നിൻ്റേതാണ്. സോ ഫിർ ബി മേരാ കഹാം സെ ആയ. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ എൻ്റെ അതെവിടെ നിന്ന് വന്നു? തേരേക്കോ മേരെ സോ മേരെ സെ മിലാ ദേത്തെ ഹോ. ബാബ പറയണ, നിൻ്റെ എന്നുള്ളതിനെ എൻ്റെയിൽ ആ അങ്ങയുടേത് എന്നുള്ളതിനെ അതിൽ ബാബ പറയണേ എൻ്റെ എന്നുള്ളത് കൂട്ടിച്ചേർത്തു, നിങ്ങൾ മിക്സ് ചെയ്തിരിക്കുന്നു. ഇസ്സെ ക്യാ സിദ്ധ ഹുവാ कि पहला वायदा ही भूल जाता है. എൻ്റെ എന്നുള്ളതിനെ നിൻ്റെ എന്നുള്ളതിനെ എൻ്റേതും കൂടി ചേർത്ത്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസെ ക്യാ സിദ്ധ ഹുവ, ഇതിലൂടെ എന്താണ് തെളിവാകുന്നത്? പെഹല വായ്ദ ഹി ഭൂൽ ജാത്ത ഹെ. ഞാൻ അങ്ങയുടേതാണ്, എൻ്റേതെല്ലാം അങ്ങയുടേതാണ് എന്നുള്ളതിൽ എൻ്റേത് മിക്സായി എന്ന് പറയണ ബാബ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യത്തെ ലൈൻ കുട്ടികൾ മറന്നുപോയി. ഞാൻ നിൻ്റേതാണ് എന്നുള്ള സത്യം കുട്ടികൾ മറന്നുപോയിരിക്കുന്നു. പെഹല പെഹല വായ്ദ ഹി സബ് ഏക് കർത്തെ ഹെ, ജോ കഹേംഗെ വോ കരേംഗെ, ജോ खिलाएंगे जहाँ बिठाएंगे, ये जो वायदा है वो वायदा याद है. എന്തായിരുന്നു പ്രതിജ്ഞ? पहला पहला वायदा ही सब कुछ सब यही करते हैं. ആദ്യത്തെ പ്രതിജ്ഞ ഞാൻ അങ്ങയുടേതാണ്. ഈ പ്രതിജ്ഞ ആര് നിറവേറ്റുന്നു? അപ്പോൾ എന്തായിരിക്കും ചെയ്യുക? ബാബ എന്ത് പറയുന്നുവോ അത് ചെയ്യും. ജോ കഹേംഗെ വോ കരേംഗെ, അങ്ങ് എന്ത് കഴിപ്പിക്കുന്നുവോ അത് ഞാൻ കഴിക്കും. ഉപ്പില്ല മുളകില്ല അതൊന്നും പറയില്ല. ജഹാം ബിട്ടായെങ്കിൽ, എവിടെ ഇരുത്തുന്നുവോ, കസേരയില്ല ബെഡില്ല അതില്ല ഇതിൽ, അവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇതാണ് ബാബയോട് ചെയ്ത പ്രതിജ്ഞ. ഏ ജോ വായ്ദ ഹേ വോ വായ്ദ യാദ് ഹേ. അപ്പോൾ എന്ത് ബാബ തരുന്നു അത് കഴിക്കും, അവിടെ ഇരിക്കും. ബാബ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? तो बाप तुमको वदन
अव्यक्त वदन में बिठाते हैं, तो आप फिर व्यक्त वदन में क्यों आ जाता है? ബാബ ആഗ്രഹിക്കുന്ന എന്താണ്? മക്കൾ എപ്പോഴും അവ്യക്ത വദനത്തിൽ ബാബയുടെ കൂടെ ഇരിക്കണം. ഇതാണ് ബാബ ആഗ്രഹിക്കുന്നത്. അതാണ് ജോ കഹേങ്കി വോ കരേങ്കി. എന്ത് ബാബ പറയുന്നുവോ അത് ചെയ്യും. ബാബ എന്ത് കഴിപ്പിക്കുന്നുവോ അത് കഴിക്കും. എവിടെ ഇരുത്തുന്നോ അവിടെ ഇരുത്തും. അപ്പോൾ ബാബ വിളിക്കുന്നത് എവിടെയാണ്? വദനത്തിലിരിക്കാൻ വിളിക്കുകയാണ്. ആവോ ബച്ചയെന്ന് പറഞ്ഞ് വരൂ മക്കളെന്ന് പറഞ്ഞ് വദനത്തിലേക്ക് വിളിക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടം എവിടെയാണ്? വദനത്തിൽ തന്നെ ഇരിക്കാനാണ്. 2 മിനിറ്റ് വദനത്തിൽ പോകും, പിന്നെ ഓടിയെത്തി എവിടേക്ക്? സാകാര വദനത്തിലേക്ക്. വായ്ദാത്തോ ടീക് നഹി നിഭായ. ഈ പ്രതിജ്ഞ നിങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റിയില്ല. വായ്ദ ഹേ ജഹാം ബിറ്റായെങ്കിൽ വഹാം ബൈറ്റെങ്കിൽ. എന്തായിരുന്നു ബാബയ്ക്ക് കൊടുത്ത വാക്ക്? അങ്ങ് എവിടെ ഇരുത്തുന്നുവോ അവിടെ ഞങ്ങളിരിക്കും. ബാബ ഇരുത്തുന്ന സ്ഥലം ഏതാണ്? ബാബയുടെ ഹൃദയം, ബാബയുടെ വദനം, അവ്യക്ത വദനം. പക്ഷെ മക്കൾ അവിടെ കുറച്ചിരിക്കും, ഹൃദയത്തിലും വദനത്തിലും പോയി അടുത്ത സെക്കൻഡ് സാകാര വദനത്തിലേക്ക് ഇറങ്ങി വരും. എന്താ വിളിച്ച് വരുത്തുന്നത്? എൻ്റെ എന്നുള്ള മോഹം അവിടെ നിന്ന് താഴേക്ക് ഇറക്കി സാകാര വദനത്തിലേക്ക് മക്കളെ കൊണ്ടുവരുന്നു. വ്യക്തമേ ഹോത്തേ അവ്യക്തമേ രഹോ. ബാബ പറയുന്നത്, ബാത്തോ ബാബാനെ തോ കഹാ നഹി ഹേ कि वदन कि വ്യക്ത വദൻ മേ ബൈഠോ. ബാബ പറയുന്നത്, ഞാൻ നിങ്ങളോട് ഒരിക്കലും വ്യക്തവദനത്തിലിരിക്കാൻ പറയുന്നില്ല. വ്യക്തവദനത്തിൽ ഇരുന്നു കൊണ്ടും സാകാരത്തിൽ ഇരുന്നു കൊണ്ടും അവ്യക്തമായിരിക്കൂ, മനസ്സുകൊണ്ട് അവ്യക്തമായിരിക്കൂ എന്നാണ് ബാബ പറയുന്നത്. പെഹല പെഹല പാട് ഹി ഭൂൽ ജായെങ്കി തോ ഫിർ ട്രെയിനിങ് ക്യാ കരെങ്കി. ആദ്യത്തെ വാക്ക് തന്നെ, പ്രതിജ്ഞ തന്നെ നിങ്ങൾ മറന്നുപോയി. ഞാൻ അങ്ങയുടേതാണ്, എൻ്റേതെല്ലാം അങ്ങയുടേതാണ്. അതിലെ ആദ്യത്തെ തന്നെ മറന്നുപോയി. അപ്പോൾ പിന്നെ ബാബ പറയണം, പിന്നെ എന്ത് ട്രെയിനിങ് ചെയ്യും? ട്രെയിനിങ് മേ പെഹല പാടത്തോ പക്കാ കരാവോ. ട്രെയിനിങ്ങിൽ നമ്മൾ ഈ പാഠം പക്കയാക്കണം. യാദ് രഖോ കി ജോ വായ്ദ കിയ ഉസ്കോ നിഭാകർ ദിഖായെങ്കി. അതുകൊണ്ട് ഓർമ്മിക്കൂ, എന്ത് പ്രതിജ്ഞ ഞാൻ ചെയ്തുവോ അത് നിറവേറ്റി കാണിക്കും. അന്ന് ട്രെയിനിങ്ങിന് വേണ്ടി അമ്മമാർ കുറേ പേര് മധുബനിൽ എത്തിച്ചേർന്നു. അപ്പോൾ ട്രെയിനിങ് കൊടുക്കാനായിരുന്നു ബാബ വിളിച്ചത്. ആപ് സബ് സറണ്ടർ ഹോ, ജബ് സറണ്ടർ ഹോ ചുക്കെ ഹെ തോ ഫിർ മോഹ കഹാം സെ ആയ. സമർപ്പണം ചെയ്തവരാണ് നിങ്ങൾ. അപ്പോൾ സമർപ്പണം ചെയ്തവർക്ക് എവിടുന്ന് മോഹം വരാനാണെന്ന് ബാബ ചോദിക്കുകയാണ്. जब कोई जलकर ख़त्म हो जाता है तो फिर उसमें कुछ रहता है कुछ भी नहीं. ഏതൊരു സാധനം തീയിലിട്ട് കത്തിച്ചോ അത് പിന്നെ കത്തിക്കഴിഞ്ഞാൽ അതിന് രൂപവും ഭാവമൊന്നും ഉണ്ടാവില്ല, അത് നശിച്ചു കഴിഞ്ഞു. അഗർ കുച്ച് ഹേ तो इसका मतलब कि तीर लगा है लेकिन पूरे जले नहीं है. അഥവാ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ തീ പോരാ, തീ അണഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പൂർണ്ണമായും കത്താത്തത്. മരഹേ ജലനിഹി. മരിച്ചിട്ടുണ്ട് പക്ഷെ കത്തിച്ചാമ്പലായിട്ടില്ല. രാവൺ കോ ഭി പെഹലെ മാർത്തെ ഹേ ഫിർ ജലാത്തെ ഹേ. രാവണനെ ഈ ദസറയൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് രാവണനെ ആദ്യം ചെയ്യുന്നത് അമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കോലത്തിനെ കത്തിക്കാറുള്ളൂ. तो मरजीवा बने हो परंतु जलकर एकदम खाक बन गए वो नहीं बने. ബാബ പറഞ്ഞു, നിങ്ങൾ മർജീവയായി തീർന്നു അമ്മമാർ, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? കത്തി ചാരമായി തീർന്നിട്ടില്ല. സറണ്ടർ കാ അർത്ഥത്തോ ബഡാ ഹേ. സമർപ്പണമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലുതാണ്.
വാസ്തവത്തിൽ ബാബ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാവരും വീടും കുടുംബവും വിട്ട് വരുന്ന കാര്യമല്ല പറയുന്നത്, മറിച്ച് ബുദ്ധി കൊണ്ടുള്ള സമർപ്പണം, ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ബുദ്ധി കൊണ്ടുള്ള സമർപ്പണമാണ് പറയുന്നത്. മേരാ കുച്ച് രഹാഹി നഹി. മനസ്സുകൊണ്ട് ഏതൊരു വീട്ടിലോ ഏതൊരു സാധനം കാണുമ്പോഴും ആരെ കാണുമ്പോഴും ഇതെല്ലാം ഈശ്വരൻ്റേതാണ്, ഈശ്വരൻ്റെ മക്കളാണ്, വീട് ഈശ്വരൻ്റേതാണ്, മക്കൾ ഈശ്വരൻ്റേതാണ്, എല്ലാം ഈശ്വരൻ്റേതാണ്, സാധനങ്ങളെല്ലാം ഈശ്വരൻ്റെ. ഇങ്ങനൊരു ഭാവം ഉണ്ടാകുക, ഇതാണ് വാസ്തവത്തിൽ സറണ്ടർ എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത്. അവിടെ എൻ്റെ എന്നുള്ളൊരു അംശം പോലും ഇല്ലാതിരിക്കുക. സറണ്ടർ ഹുവാത്തോ തൻ മൻ ധൻ സബ് കുച്ച് അർപ്പൺ. സമർപ്പണമാകുക എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥർ സമർപ്പണമാകുക അർത്ഥം ഇതാണ്, ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ശരീരവും മനസ്സും ധനവും എല്ലാം സമർപ്പണം ചെയ്തു എന്നാണ്. ഏതൊരു വസ്തുവിനെ തൊടുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഏത് ഭാവത്തിൽ ഇത് ബാബയുടേതാണെന്നുള്ള ഭാവത്തിൽ ഉപയോഗിക്കുക. जब मन अर्पण कर दिया तो उस मन में अपने अनुसार संकल्प उड़ा ही कैसे सकते हैं. അപ്പോൾ മനസ്സുകൊണ്ട് ബാബയ്ക്ക് അർപ്പണം ചെയ്തു കഴിഞ്ഞാൽ, മനസ്സിനെ അർപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ മനസ്സനുസരിച്ച് നിങ്ങളുടെ രീതിക്ക് എങ്ങനെ നിങ്ങൾക്ക് സങ്കല്പം ചെയ്യാൻ സാധിക്കും. തൻസേ വികർമ്മ കർഹി കൈസേ സക്തേ ഹേ. ശരീരം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് വികർമ്മം ചെയ്യാൻ പറ്റും. और धन को भी विकल्प अथवा व्यर्थ कार्य में लगा ही कैसे सकते हैं. ധനത്തിനെ എങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. इससे सिद्ध है कि देकर फिर वापस ले लेते हैं. ഇതിലൂടെ തെളിവാകുന്ന എന്താ വെച്ചാൽ കൊടുത്തിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാബയ്ക്ക് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുത്തു. लेकिन तन मन धन दे दिया तो मन में क्या चलाना है वो भी श्रीमत मिलती है. तन से क्या करना है वो भी मद मिलती है. धन से क्या करना है वो भी मालूम है. ബാബ പറയണം, മനസ്സും ശരീരവും മനസ്സും ധനവും കൊടുത്തു. അർത്ഥം ഇതാണ്, മനസ്സിന് എങ്ങനെ കൊണ്ടുപോകണം, മനസ്സിൽ എന്ത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ശ്രീമതം ബാബയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്യണം അതിനുള്ള ഡയറക്ഷനും ബാബ തന്നിട്ടുണ്ട്. ധനം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അതും ബാബ നമുക്ക് ശ്രീമതം തന്നിട്ടുണ്ട്. ആ ശ്രീമത പ്രകാരം ഉപയോഗിക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. ജിൻകോ ദിയ ഉൻകി മത് പർ ഹി തോ ചലനാ ഹോഗാ നാ. ആർക്ക് അർപ്പിച്ചോ ആ ആളുടെ പ്രകാരം, പറയുന്നത് പ്രകാരം നടക്കുക. അതാണ് സറണ്ടർ, സമർപ്പണം എന്ന് പറയുന്നത്. ജിസ്നെ മൻ ദേ ദിയ ഉസ്കാ അവസ്ഥ ക്യാ ഹോങ്കി. അപ്പം ആർക്കാണോ മനസ്സ് കൊടുത്തത്, അപ്പോൾ സദാ ആർക്ക് മനസ്സ് കൊടുത്തോ അങ്ങനെ മനസ്സ് കൊടുത്ത അവരുടെ അവസ്ഥ എന്തായിരിക്കും, അവർ സദാ മന്മനാഭവയായിരിക്കും. അവരുടെ മനസ്സെപ്പോഴും മന്മനാഭവയായിരിക്കും. ഉൻകാ മൻ വഹാം ഹി ലഗാ രഹേഗ. അവരുടെ മനസ്സ് അവിടെ തന്നെയായിരിക്കും. ഇസ് മന്ത്രക്കോ കബി ഭൂലേങ്കി നഹി. ഈ മന്ത്രത്തെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ജോ മന്മനാ ഭവ ഹോഗ ഉസ്മേ മോഹ ഹോ സക്താ ഹൈ. അപ്പോൾ നിരന്തരം മന്മനാഭവയായിരിക്കുന്നവർക്ക് എവിടുന്ന് മോഹം വരാനാണ്. തോ മോഹജിത് ബന്നി കെ ലിയേ ആപ് വായ്ദ യാദ് കരോ. അതുകൊണ്ട് മോഹജിത്ത് ആകാൻ വേണ്ടി നിങ്ങൾ പ്രതിജ്ഞ ഓർമ്മിക്കും. यहाँ ट्रेनिंग से जब निकलेंगे तो आप कौन सा टप्पा लगाव कर निकलेंगे. ബാബ പറയണ, നിങ്ങൾ ഇവിടുന്ന് ട്രെയിനിങ് എല്ലാം എടുത്തിട്ട് മധുബനിൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്ത് നിങ്ങൾ പ്രതിജ്ഞ എടുക്കും, നിറവേറ്റും, എന്ത് ദൃഢസങ്കല്പം എടുത്തിട്ടാണ് നിങ്ങൾ പോകുക. മോഹജീത്ത്. अगर मोहजीत का टप्पा लगा जाएंगे तो सीधे पोस्ट ठिकाने पर पहुँचेंगे. और टप्पा नहीं होगा तो पोस्ट ठिकाने पर नहीं
पहुँचेंगे, इसलिए ही टप्पा ज़रूर लगाना है. इन माताओं को ही फिर സമർപ്പിത് സമാരോഹം കരേങ്കി. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ പോസ്റ്റെല്ലാം നമ്മൾ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാമ്പ് ഒട്ടിച്ചാലേ പോസ്റ്റ് പോവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ബാബ പറഞ്ഞ ഈ ട്രെയിനിങ്ങിന് നിങ്ങൾ മാതാക്കളെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റാമ്പാണ് മുദ്രണം ചെയ്യേണ്ടത്. എന്താണ്? മോഹജിത്തായി മാറാൻ, मनमनाभवयाയിരിക്കാൻ. इन माताओं को ही फिर समर्पित समारोह करेंगे, उसमें बुलाएंगे तो उनको जिन्होंने टप्पा लगाए होंगे. അതുകൊണ്ട് ആരാണോ സമർപ്പണം ചെയ്തത്, മനസ്സും ബുദ്ധിയും എല്ലാം ബാബയുടെ മുന്നിൽ സമർപ്പിച്ചത്, അങ്ങനെയുള്ളവരുടെ സമർപ്പണ സമാരോഹം ചെയ്യും, ഉത്സവം ആഘോഷിക്കും. മോഹജിത്ത് വാലോം को ही सम्मेलन करेंगे. ബാബ മോഹജിത്ത് ആയിട്ടുള്ള അമ്മമാരുടെ സമ്മേളനം പ്രോഗ്രാം വയ്ക്കും. ഇതിലെ ജൽദി ജൽദി തയ്യാറോ ജാവോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തയ്യാറാകൂ എന്ന് പറയണം ബാബ. മോഹത്തെ ജയിക്കുന്നവരാകൂ. അപ്പോൾ ബാബ മോഹത്തെ ജയിക്കാനുള്ള വിധികൾ പറഞ്ഞു തന്നു. മന്മനാഭവയാകാനാണ് ബാബ പറഞ്ഞത്. എൻ്റെ എന്നുള്ളതിനെ നിൻ്റെയാക്കി മാറ്റാനാണ് ബാബ പറഞ്ഞത്. അങ്ങനെ ഈ ഓർമ്മ, ഈ ഒരു പ്രതിജ്ഞ വാക്ക് എപ്പോഴും ഓർമ്മിക്കാനാണ് ബാബ മക്കളോട് പറഞ്ഞത്. ഓം ശാന്തി.